ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങ വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു ഓലനാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണസദ്യക്ക് പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഓലൻ, ഒരു തൊടുകറിയാണ്. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങ വെച്ച് ഈ ഓലൻ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു 150 ഗ്രാം വൻപയർ ഇപ്പോൾ നമ്മൾ ഒരു 6-7 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുത്താണ്. നമുക്കിത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഈ പയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പയറൊക്കെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് ചെത്തി വൃത്തിയാക്കിയെടുക്കാം. നല്ല കട്ടിയാണ് ഇതിൻ്റെ തൊലിക്കൊക്കെ. എല്ലാം കളഞ്ഞ് ഇതിനകത്തെ കുരുവെല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നടുകി ഒന്ന് മുറിച്ചിട്ട് ഈ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്യാം. കുമ്പളങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിക്കൊണ്ട് വരാം. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുക്കാം. അപ്പോൾ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഊറ്റിയേക്കാം. അപ്പോൾ നമുക്ക് ഓലൻ റെഡിയാക്കാനായിട്ട് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ, ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള 2 പച്ചമുളക്, കറിവേപ്പില ഇടാം. ചെറുതായിട്ടൊന്ന് മൂത്ത ശേഷം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കും. ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം. ഇത്തിരി അങ്ങ് വഴറ്റുണ്ട്. 1 മിനിറ്റ് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി. അപ്പോൾ നമ്മളിതിന് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ ഈ ഓലൻ റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു തേങ്ങയുടെ പാല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ 2ാം പാലാണ് ഇത്. 1ാം പാലാണ്. 1ാം പാൽ നമ്മൾ നല്ല കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഈ 2ാം പാൽ ചേർത്ത് കൊടുക്കും. ഈ 2ാം പാലിൽ വേണം ഇത് വേവാൻ. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഈ 2ാം പാലിൽ ഈ കുമ്പളങ്ങ നല്ലപോലെ ഒന്ന് വേകണം. അതുപോലെ നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയറൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റോടെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക്
പിന്നെ തീയൊക്കെ ഒരല്പം കുറച്ച് വെച്ചിട്ട് ഒന്നാം പാലൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. ഇനി അധികം തിളപ്പിക്കൊന്നും വേണ്ട. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യണം. ഗ്ലാസ് ഉപ്പൂടെ വേണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം. ശകലം കറിവേപ്പില വേണം. ഇതൊരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. തീയൊക്കെ ഓഫ് ചെയ്തേക്കാണ്. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓലൻ നല്ല റെഡിയായിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അതെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും